നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ ആഹാരക്രമം കൊണ്ടും ഒക്കെ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ദഹനക്കേട്. ഈ ദഹനക്കേട് മാറാൻ ഒരു എളുപ്പ വഴിയുണ്ട്. പാലിൽ ഒരല്പം തേൻ ചേർത്ത് കഴിച്ചാൽ ദഹനക്കേട് മാറിക്കിട്ടും. ഇത്തരത്തിൽ ചെറിയ ചെറിയ ടിപ്സും ചെറിയ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാമായി എത്തുന്ന ചന്ദ്രലേഖയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ മുല്ലമുട്ടുകൾ തന്നെയാണിത്. മാങ്ങാമാല എന്ന് ചില സ്ഥലങ്ങളിൽ ഇതിന് പറയും. പൗഡർ ഇടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എല്ലാവരും മിക്കപ്പോഴും എല്ലാവരും പൗഡർ ഇടും. അപ്പം പൗഡർ ഒരു ഓയിലി ഫീൽ ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കോമ്പാക്റ്റ് ഉപയോഗിക്കാം. ഒട്ടുമിക്ക സ്ത്രീകൾക്കും ആഭരണങ്ങളോട് വലിയ താല്പര്യമാണ്. നമ്മളിത് എത്ര രൂപ കൊടുത്തിട്ടായാലും വാങ്ങാൻ തയ്യാറുമാണ്. പക്ഷേ ഒരല്പം സെൻസും അല്പം ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് ഇനിയൊരു ജ്വല്ലറി മേക്കിംഗ് സെഗ്മെന്റ് കാണാം. നമസ്കാരം, എൻ്റെ പേര് ശോഭ. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സാണ്. അതിൽ മുല്ലമുട്ട് എന്ന അറിയപ്പെടുന്നതും മാങ്ങാമാല എന്ന് പറയുന്നതുമായ ഈ മാല ഇത് നമുക്ക് പരമ്പരാഗതമായിട്ടുള്ളതാണ്. ഏത് ഒക്കേഷനിലും നമുക്ക് ഉപയോഗിക്കാനും വളരെ അനുയോജ്യമാണ്. കല്യാണം, അതുപോലെ കുട്ടികളുടെ പേരിടൽ ചടങ്ങ്, ഓണം, വിഷു ഇതുപോലെയുള്ള ഏത് അവസരങ്ങൾക്കും മലയാളികൾക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഓർണമെൻ്റാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാം, ഒന്ന് പരിചയപ്പെടാം. ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാനിന്ന് പരിചയപ്പെടുത്തി തരാം. മുല്ലമുട്ട് എന്ന ഈ ഓർണമെൻറ്റ്സ് നമുക്കിതുപോലെ തന്നെ പാക്കിങ് കിട്ടുന്നതാണ്. ഇത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കടകളിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് വേണ്ട ഐറ്റംസ് മറ്റേ ഗിയർ വയർ, ഗിയർ ലോക്ക്, ഈ ലോക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഈ മാല പിടിപ്പിച്ച് നിർത്തുന്നത്. ഗിയർ ലോക്ക്, ഗിയർ വയർ ഇതൊക്കെ നമ്മൾ ഓരോ കടകളിൽ ചെല്ലുമ്പോൾ പറഞ്ഞാൽ മതി, നമുക്കിത് അവരെടുത്ത് തരികയും ചെയ്യും. അതുപോലെ കട്ടിങ് റിങ്, ഗോണ്ട, ഇവ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാല ഈസി ആയിട്ട് ഉണ്ടാക്കാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ ലോക്കറ്റ് സെൻറ്ററിൽ നമ്മൾ വെക്കുന്നു. സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ചെറിയ ചെറിയ അടുത്ത പെറ്റൽസ്, ഓരോ മുല്ലമുട്ടുകൾ തന്നെയാണിത്. മാങ്ങാമാല എന്ന് ചില സ്ഥലങ്ങളിൽ ഇതിന് പറയും. മുത്തുകൾ, ഈ ഗ്ലേസിങ് ഇത് നോക്കിയിട്ട് നമ്മൾ ഇത് ചേർത്ത് വയ്ക്കാം. ഫസ്റ്റ് നമ്മൾ ഇത് എടുക്കുമ്പോൾ ഇതിനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ കല്ലുകൾ സെയിമായിട്ട് കിട്ടാൻ പോലെ സെയിം വേയിലായിരിക്കണം. ഫസ്റ്റ് ഇവ എല്ലാം ഇങ്ങനെ നിരത്തി വയ്ക്കുക. ഇത് ഏത് കൊച്ചു കുട്ടികൾക്ക് തൊട്ട് പ്രായമുള്ളവർക്ക് പോലും ഇത് പഠിക്കുന്നതിനും എളുപ്പമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചില പ്രായമുള്ളവർ വന്നിട്ട് അവർ പറയുന്നു, ഞങ്ങൾക്കിത് ഡോക്ടർ സജസ്റ്റ് ചെയ്തു, ഞങ്ങൾക്കിത് പഠിക്കുന്നതിനായിട്ട് അവർക്ക് ഡിപ്രഷനും ടെൻഷനും എല്ലാം മാറുന്നതിന് വളരെ നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു. വളരെ പ്രായമുള്ള 70 വയസ്സ് 75 വയസ്സുള്ളവർ വരെ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നതിനെ പറ്റി. അപ്പോൾ ഇതാർക്കും പഠിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഏറ്റവും അവസാനം വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും അവസാനം ഇത് ജോയിൻ ചെയ്യുന്നതിന് ഇതുപോലെയുള്ള ഒരു ഹോളുണ്ടാവും. രണ്ടിൻ്റെയും എൻഡിൽ ഇതുപോലെയുള്ള ഈ ഹോള് ഇങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം അത് പിടിപ്പിക്കുന്നു. അതിനുശേഷം ഇത്രയും നമ്മൾ ആദ്യം ചെയ്യുന്നു. ഇനി നമുക്കിത് ഗിയർ വയർ എടുക്കാം.
മാങ്ങാമാല, പാലക്ക ഇതിനൊക്കെയും ഇതുപോലെ 2 ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസ് ഒന്ന് ശ്രദ്ധിച്ച് അതിലൊന്ന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതാ 2 ഹോൾ ഉണ്ടാവും. അതുപോലെ ഈ എൻഡിലും സെയിം ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 4 ഹോളുകളിൽ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നൂല് പിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നൂല് പിരിഞ്ഞു പോകാതെ അതെടുത്തില്ലെങ്കിൽ മാല ശരിയാവത്തില്ല. സ്ത്രീകൾ മാത്രമല്ല, ഈ കാലത്ത് പുരുഷന്മാരും ഈ രംഗത്ത് കടന്നു വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ പഠിക്കുന്നതിനായിട്ട് കുട്ടികൾ വരുന്നുണ്ട്. അവർക്ക് വളരെ ഇൻട്രസ്റ്റിങ്ങും, പ്രത്യേകിച്ച് അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പഠിക്കാറുണ്ട്. ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അവർക്ക് കൂടുതലും ഇൻട്രസ്റ്റ് ബ്രേസ്ലെറ്റ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കുമെന്ന് മാത്രം. സ്ത്രീകൾക്ക് മാത്രമല്ല, ഈ കാലത്ത് എല്ലാവരും ഇതുപോലെയുള്ള ടെൻഷനും ഡിപ്രഷനൊക്കെ മാറ്റാനായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിശ്രമ ടൈം നമുക്ക് അങ്ങനെയുള്ള സമയമൊക്കെ വളരെ ഫലപ്രദമാക്കി കൊണ്ടു നടക്കുന്നതിനും ഇത് പ്രയോജനപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ സെൻറ്ററിലെത്തിയിരിക്കുന്നു. സെൻറ്ററിലെത്തിയപ്പോൾ ഇനി ലോക്കറ്റാണ് ഇടുന്നത്. കൃത്യം ഈ വശത്ത് 6 എണ്ണം, അതുപോലെ ഇവിടെ 6 എണ്ണം സെൻറ്ററിലുള്ള ലോക്കറ്റിൽ. ഇതുപോലെ ഓരോരുത്തർക്ക് കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ പറ്റി ചേർന്ന് കിടക്കുന്ന മാലയായിരിക്കാം. ചിലപ്പോൾ പ്രായമുള്ളവർക്ക് അല്പം കൂടെ ഇറക്കമുള്ളത്. അപ്പം നമ്മൾ അതിന് ഇതുപോലെയുള്ള റിങ് ഉണ്ടാവും. ഈ കട്ടിങ് റിങ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നീളം കൂട്ടുന്നതിനായിട്ട് പറ്റും. ഇത് പല നിറത്തിലുള്ളത് കിട്ടും. ബ്ലൂ, അതുപോലെ നമ്മുടെ സാരിയുടെ മാച്ചിങ് അനുസരിച്ചുള്ള പല കളേഴ്സ് കിട്ടും. അത് നമുക്ക് ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു ചെറിയ ഹോളുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ പ്രത്യേകിച്ച് അധികം കാര്യങ്ങൾ ചെയ്യാനില്ല. അതുപോലെ അതിന് ഗിയർ ലോക്ക് ഇട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് കട്ടിങ് റിങ്ങും ഇട്ടിട്ട് ഫിനിഷ് ചെയ്യുക ചെയ്ത്. ഇപ്പോൾ ഇത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഗിയർ ലോക്ക് ചെറിയ മുത്തുപോലെ തോന്നുമായിരുന്നു. അതിന് ചെറിയ ഹോളുണ്ട്. അത് നല്ലപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബലമായിട്ട് ഈ ഗിയർ വയറ് അവിടെ ഫിറ്റായിട്ടിരുന്നത്. അതിനുവേണ്ടി ഇതിവിടെ ഇട്ട് കുക്കർ നല്ല ബലം കൊടുക്കുക. ഗിയർ ലോക്കിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ മാല വെച്ച് ചേഞ്ച് പിന്നെ വരുന്നില്ല. രണ്ടെണ്ണം ഇട്ടാൽ മതി. വേണമെങ്കിൽ ഒരു ബലത്തിന് ഒരെണ്ണം കൂടി നമുക്ക് ചേർത്ത് ആഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഈ ഗിയർ ലോക്കിലാണ് ഈ മാല നിൽക്കുന്നത്. അത്ര നല്ല ബലത്തിൽ നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്യാം. ഉപയോഗിച്ച് ചേർത്ത് കട്ട് ചെയ്യും.
ഇത് ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിരിക്കുന്നു. ഇത് നമുക്കിത് നിസ്സാര വിലയ്ക്ക് നമുക്കിത് കിട്ടും. പക്ഷേ ഇത് നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഇരട്ടി വിലയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്നു. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഇതിനകത്ത് റിങ്ങി പിടിപ്പിച്ച് ഇങ്ങനെയുള്ള കട്ടിങ് റിങ്ങി കിട്ടും. ആ റിങ്ങി എടുത്തിട്ട് ഇതുപോലെ ഇട്ട് ഇതിൽ വീണ്ടും പ്രസ് ചെയ്ത് ഇതിൽ യോജിപ്പിക്കുക. ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും കട്ടിങ് റിങ് ഇടണം. മാലയ്ക്ക് നീളം വേണം, കൂടുതൽ വേണമെന്നുള്ളവർ ഇതുപോലെ കട്ടിങ് റിങ്ങുകൾ കൂടുതൽ ചേർത്താൽ മതി. 5 or 10 ചേർത്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് നീളം കിട്ടും. ഈ ഗോണ്ട, ഇതിന് ഗോണ്ട എന്നാണ് പേര്. ഈ ഗോണ്ട നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ മാല, മുല്ലപ്പൂ മാല അല്ലെങ്കിൽ മാങ്ങാമാല നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ മനോഹരമായ മാലകൾ നമുക്ക് ഉണ്ടാക്കി നമ്മുടെ കൂട്ടുകാർക്ക് പ്രസൻറ്റ് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. വളരെ സന്തോഷകരമായ ലിഷർ ടൈം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പലവിധ ത്വക്ക് രോഗങ്ങളും നമുക്കുണ്ടാവാറുണ്ട്. ഈ ഒലിവ് ഓയിൽ യൂസ് ചെയ്താൽ ഒരു പരിധി വരെ പല ത്വക്ക് രോഗങ്ങൾക്കും പരിഹാരമാവും. നമ്മുടെ ശരീരം കറക്കുകയാണെങ്കിൽ അതിനും, അതുപോലെ തന്നെ ശരീരം വരണ്ടാൽ അതിനുമൊക്കെ ഒലിവ് ഓയിൽ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഇനി ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ പരിചയപ്പെടാം. നമസ്കാരം. സൗന്ദര്യ സംരക്ഷണം അത് എത്ര പറഞ്ഞാലും എത്ര ചെയ്താലും അത് തീരില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ധാരാളം സംശയങ്ങളും നമ്മൾക്കുണ്ട്. ആ സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കാം. ഇന്ന് നമ്മൾ എന്തായാലും പറയുന്നത് വേനൽക്കാലത്തെയും അതുപോലെ തന്നെ മഴക്കാലത്തും എങ്ങനെ നമ്മുടെ ശരീരം സംരക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. ഒരു ഫുൾ ശരീരം, ഒരു ഫുൾ ബോഡി എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം നന്നായി, ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മോടൊപ്പം പറയാനായിട്ട് എത്തിയിരിക്കുന്നത് കോസ്മെറ്റോളജിസ്റ്റായ സീന സക്കറിയയാണ്. ഹായ് മാം. ഈ ഒരു ഇടയ്ക്കാണ് നമ്മൾ സൺസ്ക്രീനിനെ കുറിച്ച് ഇത്രയും കേൾക്കുന്നത്. ഇതിന് മുമ്പ് വരെ ആരും തന്നെ അങ്ങനെ യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഒരു ചൂടുകാലം ആയതുകൊണ്ടും ഇപ്പോൾ താപനില ഓരോ ദിവസവും കൂടി വരികയാണ്, അതുകൊണ്ടാണ് സൺസ്ക്രീൻ ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അതെ, സൺസ്ക്രീൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പം പുറത്ത് പോകുന്നതിന് ഒരു 20 മിനിറ്റിന് മുമ്പ് വേണം നമ്മളിത് തേക്കാൻ, എന്നാലേ നമുക്കത് അബ്സോർബ് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മളിപ്പോൾ പുറത്ത് പോകാൻ അരമണിക്കൂർ മുമ്പ് നമ്മൾ തേച്ചാൽ അതായിരിക്കും നല്ലത്. ചിലർ പറയുന്നുണ്ട്, അതായത് ഒരു ദിവസം 2 or 3 പ്രാവശ്യം സൺസ്ക്രീൻ ലോഷൻ തേക്കണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു ഫുള്ളായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടുകയുള്ളൂ എന്ന്. അപ്പോൾ അത് എത്രത്തോളം അത് ശരി. നമ്മളിപ്പോൾ സൺസ്ക്രീൻ തേച്ചിട്ട് ടൈമിംഗ് ഉണ്ടോ? രാവിലെ ടു അങ്ങനെയല്ല, ടൈമിംഗ് ഇല്ല. പുറത്ത് പോകുന്നതിന് മുമ്പേ നമ്മൾ 20 മിനിറ്റ്സ് മുമ്പ് നമ്മൾ തേക്കുക. അപ്പോൾ നമ്മൾ തിരിച്ച് ഓഫീസിൽ ചെല്ലുവാണെങ്കിൽ നമുക്കത് തുടച്ച് കളയാം. പിന്നെയും വീണ്ടും നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇടാം. അതിനുശേഷം പൗഡർ ഇടുന്നത് അത് നല്ലതാണോ? പൗഡർ ഇടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എല്ലാവരും മിക്കപ്പോഴും പൗഡർ ഇടും. അപ്പം പൗഡർ ഒരു ഓയിലി ഫീൽ ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ കോമ്പാക്റ്റ് ഉപയോഗിക്കാം. അതല്ല ഫേസ് പൗഡേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പം അങ്ങനെ ഫേസിനുള്ള പൗഡേഴ്സേ നമ്മൾ ഇടാവും.
അങ്ങനെ അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് പൗഡർ ഇട്ടു, അങ്ങനെ റിമൂവ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലംസ്? സ്കിന്നിന് പ്രോബ്ലം വരത്തില്ല. ചിലപ്പോൾ നമ്മൾ സൺ ടാൻ നമുക്ക് അപ്പം വെയിലടിക്കുമ്പോൾ അതൊന്ന് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഒന്ന് മുഖമോ അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഒന്ന് കറുത്തിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഓഫീസിൽ വന്നാലും വീട്ടിൽ വന്നാലും നമ്മളതങ്ങ് തുടച്ച് കളഞ്ഞാൽ വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ വെറ്റ് ടിഷ്യൂസ് എന്തെങ്കിലും ഇട്ടൊന്ന് തുടച്ച് കളയാം. പിന്നെ നമ്മൾ ഇപ്പോൾ പിന്നെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു ബാഗിൽ ഇപ്പോഴത്തെ ഈ വേനൽക്കാലത്ത് എന്തായാലും ഒരു സൺസ്ക്രീൻ ലോഷൻ എന്തായാലും കരുതിയിരിക്കണം അല്ലേ? അതെ. ഇപ്പോഴത്തെ എല്ലാ പെൺകുട്ടികളുടെയും വാർഡ്രോബിൽ എന്തായാലും ഒരു ഫേസ് വാഷും ഉണ്ടായിരിക്കും. ഈ ഫേസ് വാഷിൻ്റെ ഉപയോഗത്തിൽ ഇപ്പോൾ ചില ഫേസ് വാഷുകളിൽ സ്ക്രബ്ബറുണ്ട്, ചിലതിൽ അതില്ല. അപ്പോൾ സ്ക്രബ്ബർ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് റബ്ബ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, നന്നായിട്ട് റബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ചെടുക്കുക, എന്നിട്ട് ഇച്ചിരി ഡൈല്യൂട്ട് ചെയ്യുക. അതും പറഞ്ഞല്ലോ, ഡൈല്യൂട്ട് ചെയ്തിട്ട് ലൈറ്റായിട്ട് നമ്മൾ റൗണ്ടായിട്ട് മാത്രമേ തേക്കാം. ഒത്തിരിയും ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യില്ല. കാരണം ഒരു സർക്കിൾ ഒരു മോഷനിൽ വേണം നമ്മൾ മുഖം സ്ക്രബ് ചെയ്യാനായിട്ട്. ഹാർഡായിട്ട് റബ്ബ് ചെയ്യില്ല, കാരണം നമ്മൾ അറിയത്തില്ല, പക്ഷേ സ്കിന്നിൽ ഒത്തിരിയും സ്കാർസ് വീഴും, നമ്മളത് അറിയത്തില്ല. അപ്പോൾ സ്ക്രബുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാതിരിക്കുകയാണോ നല്ലത്? കുഴപ്പമില്ല, സ്ക്രബ് ഉള്ള ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ജെൻറ്റിൽ സ്ട്രോക്സേ നമ്മൾ ഉപയോഗിക്കാവൂ. ഹാർഡായിട്ട് നമ്മൾ വാഷ് ചെയ്യില്ല, റബ്ബ് ചെയ്യില്ല. ഇപ്പോൾ ഫേസ് വാഷ് ആണെങ്കിലും സോപ്പ് ആണെങ്കിലും ഇതിൽ ഏതാ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട്? എനിക്ക് എല്ലാവരും കൊണ്ടു നടക്കുന്നത് ഇപ്പോൾ ഫേസ് വാഷ് തന്നെയാണ്. കൂടുതലും സ്കിന്നിന് നല്ലത് എന്ന് പറയുന്നത് ഏതാണ്? രണ്ടും കുഴപ്പമില്ല, പക്ഷേ ഫേസ് വാഷ് ആകുമ്പം ഇച്ചിരി മൈൽഡ് ആയിരിക്കും. സോപ്പ് എന്ന് പറയുമ്പം പതയുള്ളതുകൊണ്ട് ഇച്ചിരി ഹാഷ് ആയിരിക്കും. അപ്പം കഴിവതും നമ്മളായിരിക്കും പതയുള്ളത് ഏറ്റവും നല്ലത്. പക്ഷേ അതല്ല അതിൻ്റെ ശരി, പത കുറവുള്ള സോപ്സും ഫേസ് വാഷും ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫേസ് വാഷിനെയും സോപ്പിനെയും എല്ലാം നമുക്ക് മാറ്റി നിർത്തുക, നമുക്ക് പ്രകൃതിയിലേക്ക് പോവുകയാണെങ്കിൽ എന്തെല്ലാമാണ് സ്കിന്നിന് ഏറ്റവും നല്ലത്? ഓക്കെ, പ്രകൃതി നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റ്സ് എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലത്. ഇപ്പോൾ ടീനേജേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ മുൾട്ടാണി മിട്ടി അതുണ്ടെങ്കിൽ അതും നമ്മൾ തുളസി കാണും എല്ലാ വീടുകളിലും. തുളസിയും അത് ഞങ്ങളുടെ തുളസി അരച്ച് മുൾട്ടാണി മിട്ടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത്. കാരണം മുൾട്ടാണി മിട്ടി ഭയങ്കര കൂളിങ്ങാണ്, ഓയിൽസൊക്കെ നല്ലതായിട്ട് അബ്സോർബ് ചെയ്യും. പിന്നെ ഒരു ഇച്ചിരി ഒരു ഫെയർനെസ് നമുക്ക് കിട്ടും. സ്കിന്നിന് ഭയങ്കര നല്ലതാണ് മുൾട്ടാണി മിട്ടി. മറ്റ് ചെറുപയർ പൊടി, അതുപോലെ തന്നെ പിന്നെ കടലമാവ്, ഇതെല്ലാം തന്നെ നമുക്ക് അല്ലേ പണ്ടത്തെ അതെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഈ ക്ലിനിക്കിലും ചെയ്യുന്നുണ്ടോ? ഈ ക്ലിനിക്കിൽ ഞാൻ തന്നെ എൻ്റെ ക്രീംസ് ഞാൻ തന്നെ ഉണ്ടാക്കി, അതിനുള്ള ഓരോ പ്രോബ്ലംസിനനുസരിച്ചുള്ള ക്രീംസ് ഞാൻ തന്നെ ഉണ്ടാക്കി ക്ലയൻസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് പോലെ തന്നെ ലിപ്പിനെയും നമ്മൾ ധാരാളം കെയർ ചെയ്യണം. അങ്ങനെ പൊടി, അതുപോലെ ചൂട്, ഇതെല്ലാം തന്നെ ലിപ്പിലും നന്നായിട്ട് ചുണ്ടുകൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഉപയോഗിക്കാത്തവരില്ല അല്ലേ കൂടുതലും. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവരുമുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ലിപ്സിനെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കെയർ ചെയ്യാം? അതിപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ നമ്മളെപ്പോഴും ലിപ് ബാം നമ്മൾ ആദ്യമേ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ലിപ്സ്റ്റിക്കും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ഔട്ട് ചെയ്യും. അതും നല്ല ബ്രാൻഡഡ് ലിപ്സ്റ്റിക്സ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ലിപ് ബാം അതെല്ലാം തന്നെ വേനൽക്കാലത്തിനും അതുപോലെ തന്നെ മഴക്കാലത്തിനും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ? അങ്ങനെയില്ല. ലിപ്സ്റ്റിക് ഇപ്പം ബാംസ് ആണെങ്കിലും വാസ്ലിൻ അതിൻ്റെയൊക്കെ ലിപ് ബാംസ് കിട്ടും. അല്ലെങ്കിൽ അത് തേച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ അല്ലാതെ നമുക്ക് ഇനി അതും പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ലിപ്പിന് കെയർ ചെയ്യാനായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഏറ്റവും നല്ല നമ്മുടെ വീടുകളിൽ നെയ്യ് കാണും. എല്ലാ ദിവസവും രാത്രിയിൽ ഇച്ചിരി നെയ്യ് തേച്ച് നമ്മൾ കിടന്നുറങ്ങുവാണെങ്കിൽ നല്ലത്. പിന്നെ കാസ്റ്റർ ഓയിൽ, ഇതൊക്കെ ആണ് ഏറ്റവും നല്ലത്. എല്ലാ ദിവസവും കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്ത് കിടന്നാൽ ഏറ്റവും നല്ലത് അതായിരിക്കാം. ഫുഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ലിപ്സിനെ കെയർ ചെയ്യുന്ന ഫുഡുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ കുറച്ചും കൂടെ ലിപ്സിന് നല്ല നിറവും അതുപോലെ തന്നെ ആ ഒരു ലിപ്സ് ഭംഗിയാവാനായിട്ടുള്ള ഫുഡ്സ് ഏതൊക്കെയാണ്? ബീട്രൂട്ട് വളരെ നല്ലതാണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് ലിപ്സ്റ്റിക് ഇല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ബീട്രൂട്ടിൻ്റെ ആ കളർ അങ്ങനെ ആയതുകൊണ്ട് നമുക്കത് ഇച്ചിരി ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മളതൊന്ന് തേക്കുവാണെങ്കിൽ നമ്മുടെ ലിപ്സിന് അത് നല്ലതായിരിക്കും. അത് ഏറ്റവും നാച്ചുറലായിട്ടുള്ള ഒരു കളർ അതിനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇടുവാണെങ്കിൽ അതൊന്ന് നല്ല ഇതായിരിക്കും. ഇപ്പോൾ ലിപ് ബാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ലിപ്സ്റ്റിക്ക്, പിന്നെ ലിപ് പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ളത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രാൻഡിങ് അനുസരിച്ചാണോ അത് തിരഞ്ഞെടുക്കേണ്ടത്? അതെ, ബ്രാൻഡിങ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലർക്ക് ബ്രാൻഡഡ് വേണമായിരിക്കും, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ അകത്തൊരു ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞ എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്.
അതനുസരിച്ച് വേണം നമ്മൾ ഏതൊരു പ്രോഡക്റ്റും എടുക്കാനായിട്ട്. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ കാണാം.